ഹായ് ഓൾ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സസിൽ ടെസ്റ്റിംഗ് എന്താണെന്നും ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്താണെന്നും നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്താണെന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെസ്റ്റിംഗ് ഡോക്യുമെൻറ്റേഷനാണ്. ഇപ്പം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫേസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സസിലൂടെ മനസ്സിലാക്കി. ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നോൺ ഫങ്ഷണൽ ആട്രിബ്യൂട്ട്സ് ആയ സെക്യൂരിറ്റി, പെർഫോമൻസ്, പോർട്ടബിലിറ്റി, റീയൂസബിലിറ്റി, ഇങ്ങനെയുള്ള നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഒരു സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യുമ്പം അതിൻ്റെ ക്വാളിറ്റി എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്ന ഒരു ഫേസാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലെ ടെസ്റ്റിംഗ് എന്ന് നമ്മൾ ലാസ്റ്റ് സെക്ഷൻസിലൂടെ മനസ്സിലാക്കി. അപ്പം ടെസ്റ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ടെസ്റ്റിംഗ് നടത്തുന്ന ടെസ്റ്ററിന് ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. എന്തെല്ലാം ടെസ്റ്റുകൾ പെർഫോം ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ടെസ്റ്റിംഗ് എഫേർട്സ്, എന്തുമാത്രം ടെസ്റ്റിംഗ് എഫേർട്സ് എടുത്തിട്ടുണ്ട് എന്ന് ഡോക്യുമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടെസ്റ്റിംഗ് ഡോക്യുമെൻറ്റേഷൻ. ഒരു പ്രിപ്പറേഷൻസും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫേസ് അല്ല ടെസ്റ്റിംഗ്. അത് നമ്മളെല്ലാവരും ഈ ലാസ്റ്റ് ലെക്ചേഴ്സിലൂടെ മനസ്സിലാക്കി. അപ്പോൾ ടെസ്റ്റിംഗ് ഡോക്യുമെൻറ്റേഷൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ടെസ്റ്റ് പ്ലാൻ, ദെൻ സെക്കൻഡ് വൺ ടെസ്റ്റ് സിനാരിയോ, തേർഡ് വൺ ടെസ്റ്റ് കേസ്, ആൻഡ് ഫോർത്ത് വൺ ട്രേസബിൾ മെട്രിക്സ്. The documentation of software testing helps in estimating the testing efforts required, test coverage, requirement tracking, etc. ടെസ്റ്റിംഗ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പം ഇത്രയും കാര്യം, എസ്റ്റിമേറ്റിംഗ് ദ ടെസ്റ്റിംഗ് എഫേർട്ട് എന്താണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പം എന്തെല്ലാം ക്രൈറ്റീരിയയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്? ദ പ്ലാൻ, ദ സിനാരിയോ, ദ കേസ്, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ട്രേസബിൾ മെട്രിക്സ്. ഓക്കെ, ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടെസ്റ്റ് പ്ലാൻ. അപ്പോൾ ടെസ്റ്റ് പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ടെസ്റ്റ് പ്ലാൻ ഔട്ട്ലൈൻസ് ദ സ്ട്രാറ്റജി ദറ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ ആപ്ലിക്കേഷൻ, the resource that will be used, the test environment in which the testing is performed, the limitations of testing, the schedule of testing activity. അപ്പം ടെസ്റ്റ് പ്ലാൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ദ ഔട്ട്ലൈൻ, അല്ലെങ്കിൽ എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്, എന്തെല്ലാം റിസോഴ്സുകളാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്, ഏത് എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്, ലിമിറ്റേഷൻസ് ഓഫ് ടെസ്റ്റിംഗ് എന്തൊക്കെയാണ്, ഇനി ഇതിൻ്റെ ഷെഡ്യൂൾ എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് പ്ലാൻ്റെ അകത്ത് മെൻഷൻ ചെയ്യണം. നോർമലി ടെസ്റ്റ് പ്ലാൻ നടത്തുന്നത് ക്വാളിറ്റി QA ടീം തന്നെയാണ്. ഈ ടെസ്റ്റ് പ്ലാൻ റൈറ്റ് ചെയ്യുന്നത് QA ടീമാണ്. ടെസ്റ്റ് പ്ലാൻ്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഇൻട്രൊഡക്ഷൻ ടു ദ ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെൻറ്റേഷൻ. ഈ ഡോക്യുമെൻറ്റേഷൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എഴുതണം. ദെൻ അസംഷൻസ് വെൻ ടെസ്റ്റിംഗ് ദ ആപ്ലിക്കേഷൻ. എന്തെല്ലാം അസംഷൻസ് ഉണ്ട്. ദ ലിസ്റ്റ് ഓഫ് ടെസ്റ്റ് കേസസ്, എന്തെല്ലാം ടെസ്റ്റ് കേസസ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ലിസ്റ്റ് ചെയ്യണം. ദ ലിസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ്, റിക്വയർമെൻറ്റ്സിന് ബേസ് ചെയ്തിട്ട് എന്തെല്ലാം ഫീച്ചേഴ്സും ഫങ്ഷണാലിറ്റികളും നമ്മളിവിടെ വെരിഫൈ ചെയ്യണമെന്നതിൻ്റെ ലിസ്റ്റ്. ദ വാട്ട് സോർട്ട് ഓഫ് അപ്രോച്ച്, എന്ത് അപ്രോച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. ദ ലിസ്റ്റ് ഓഫ് ഡെലിവറബിൾസ് ദാറ്റ് നീഡഡ് ടു ബി ടെസ്റ്റ്, എന്തെല്ലാം ഡെലിവറബിൾസ് നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ലിസ്റ്റ്. ദ റിസോഴ്സ് അലോക്കേറ്റഡ് ഫോർ ടെസ്റ്റിംഗ് ദ ആപ്ലിക്കേഷൻ, ഏതെല്ലാം റിസോഴ്സുകളാണ് ഈ ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടി നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ എനി റിസ്ക് ഇൻവോൾവ് ഡ്യൂറിങ് ദ ടെസ്റ്റിംഗ് പ്രോസസ്സ്, റിസ്ക്, എറേഴ്സ്, ഇതെല്ലാം നമ്മളവിടെ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് പ്ലാൻ്റെ അകത്ത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വേണം, ദെൻ അസംഷൻസ്, then list of test cases, then list of features to be tested, which approach is used for testing, the list of deliverables that need to be tested, then what are the resources that is used in this application, and the risk involved during the testing process. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ടെസ്റ്റ് പ്ലാൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പം ടെസ്റ്റ് പ്ലാൻ്റെ അകത്ത് നമുക്കറിയാം ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു, എന്തെല്ലാം റിസോഴ്സസുകൾ യൂസ് ചെയ്യുന്നു, ഏത് എൻവയോൺമെൻറ്റിലാണ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, എപ്പോൾ, ദ ഷെഡ്യൂൾ ഓഫ് ടെസ്റ്റിംഗ്, ഇതിനെല്ലാം കുറിച്ച് നമുക്കൊരു ഔട്ട്ലൈൻ ഉണ്ടായിരിക്കും. ഓക്കെ, ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷനിൽ കൺസിഡർ ചെയ്യുന്ന സെക്കൻഡ് ഫാക്ടറാണ് ടെസ്റ്റ് സിനാരിയോസ്. ദ ടെസ്റ്റ് സിനാരിയോസ് ആർ യൂസ്ഡ് ടു എൻഷുർ ദാറ്റ് ഓൾ പ്രോസസ് ഫ്ലോസ് ആർ ടെസ്റ്റഡ് ഫ്രം എൻഡ് ടു എൻഡ്. എല്ലാ പ്രോസസ് ഫ്ലോയും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടെസ്റ്റ് സിനാരിയോ.
A particular area of an application have as little as one test scenario to a few hundreds of scenario depending on the magnitude and complexity of the application. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓർത്താൽ മതി, ഒരു സിമ്പിൾ ഇഫ് എൽസ് കൺസ്ട്രക്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ 2 ടെസ്റ്റ് സിനാരിയോസേ ഉള്ളൂ. അതായത് ട്രൂ കണ്ടീഷനിൽ ഇത് എങ്ങനെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് കണ്ടീഷനിൽ ഇത് എങ്ങനെ ബിഹേവ് ചെയ്യും. അപ്പം അവിടെ നമുക്കറിയാം 1 or 2 ടെസ്റ്റ് സിനാരിയോസേ ഉള്ളൂ. എന്നാൽ ഒരു ഇഫ് എൽസ് ലാഡർ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഇഫ് എൽസ് ലാഡറിനകത്ത് എത്ര കണ്ടീഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കോംപ്ലക്സിറ്റിയും കൂടുവാണ്. ഇനി അതേപോലെ തന്നെ ഒരു 4 കൺസ്ട്രക്റ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു 4 ലൂപ്പിംഗ് കൺസ്ട്രക്ട്സ് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലിമിറ്റ് ഇപ്പോൾ 100s ആണ്, അല്ലെങ്കിൽ ലിമിറ്റ് എത്രയാണ് അതനുസരിച്ച് അത്രയും തവണ ആ ലൂപ്പ് അവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവനവിടെ ലോവർ ലിമിറ്റും ഉണ്ട്, ഒരു അപ്പർ ലിമിറ്റും ഉണ്ട്. അപ്പം ഈ ബൗണ്ടറീസ് ബേസ് ചെയ്തിട്ട് അപ്പം എല്ലാ ബ്രാഞ്ചസും എല്ലാ ഫ്ലോയും കവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നതാണ് ടെസ്റ്റ് സിനാരിയോ. അപ്പോൾ ടെസ്റ്റ് സിനാരിയോയ്ക്കകത്ത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ബ്രാഞ്ച് കവറേജ്, നോഡ് കവറേജ്, പാത്ത് കവറേജ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പം എല്ലാ പ്രോസസ് ഫ്ലോയും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നതാണ് ടെസ്റ്റ് സിനാരിയോ. ഓക്കെ, ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷനിലെ അടുത്ത ഫാക്ടറാണ് ടെസ്റ്റ് കേസ്. ഇറ്റ് ഇൻവോൾവ്സ് എ സെറ്റ് ഓഫ് സ്റ്റെപ്സ്, കണ്ടീഷൻസ് ആൻഡ് ഇൻപുട്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് വൈൽ പെർഫോമിംഗ് ദ ടെസ്റ്റിംഗ് ടാസ്ക്. എന്തെല്ലാം സ്റ്റെപ്സ് ഉണ്ട്, എന്തെല്ലാം കണ്ടീഷൻസ് ആണ്, എന്തെല്ലാം ഇൻപുട്സുകളാണ് നമ്മൾ ഓരോ ടെസ്റ്റ് കേസിലും യൂസ് ചെയ്തേക്കുന്നത് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ടെസ്റ്റ് കേസസ്. ദ മെയിൻ ഇൻറ്റൻറ്റ് ഓഫ് ദിസ് ആക്ടിവിറ്റി ഈസ് ടു എൻഷുർ വെദർ ദ സോഫ്റ്റ്വെയർ പാസസ് ഓർ ഫെയിൽസ് ഇൻ ടേംസ് ഓഫ് ദ ഫങ്ഷണാലിറ്റി ആൻഡ് അതർ ആസ്പെക്ട്. ഇവിടെ ഓരോ ടെസ്റ്റ് കേസിലും നമ്മൾ ഇത് ഓരോ ടെസ്റ്റ് കേസിനും അതാത് ഫങ്ഷണാലിറ്റി ഫെയിലായോ അല്ലെങ്കിൽ പാസ്സായോ എന്നാണ് നമ്മളിവിടെ വെരിഫൈ ചെയ്യുന്നത്. There are test cases, physical test cases, user interface test cases, etc. ഈ ടെസ്റ്റ് കേസസിനകത്ത് നമുക്ക് പല രീതിയിലുള്ള ടെസ്റ്റ് കേസസ് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഓരോ ടെസ്റ്റ് കേസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന 1-2 ആട്രിബ്യൂട്ട്സുകളാണ് നമ്മൾ ഇനി ഇവിടെ താഴെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓരോ ടെസ്റ്റ് കേസിനും ഒരു ടെസ്റ്റ് കേസ് ഐ ഡി ഉണ്ട്. അത് ഏത് പ്രോഡക്റ്റ് മൊഡ്യൂളിലാണുള്ളത്, ആ പ്രോഡക്റ്റ് വേർഷൻ എന്താണ്, റിവിഷൻ ഹിസ്റ്ററി ഉണ്ടോ, പർപ്പസ് എന്താണ്, അസംഷൻസ് എന്താണ്, കണ്ടീഷൻസ് എന്താണ്, സ്റ്റെപ്സ് എന്താണ്, എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്താണ്, ആക്ച്വൽ ഔട്ട്കം എന്താണ്, പോസ്റ്റ് കണ്ടീഷൻസ് എന്താണ്. ഇത്രയും ഒരു ടെസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുമ്പം, ഒരു ടെസ്റ്റ് കേസ് നമ്മൾ ഒരു സോഫ്റ്റ്വെയറിനകത്തൊരു ടെസ്റ്റ് കേസ് നമ്മൾ നടത്തുമ്പോൾ ഇത്രയും ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഐ ഡി എന്താണ്, മൊഡ്യൂൾ ഏതാണ്, വേർഷൻ എന്താണ്, റിവിഷൻ ചെയ്തിട്ടുണ്ടോ, മാറ്റം വരുത്തിയിട്ടുണ്ടോ, ആ ഹിസ്റ്ററി എന്തൊക്കെയാണ്, ഈ ടെസ്റ്റ് കേസിൻ്റെ പർപ്പസ് എന്താണ്, ഇതിനകത്തുള്ള അസംഷൻസ് എന്താണ്, ഇവിടുത്തെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഈ ടെസ്റ്റ് കേസ് നടത്തുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഇനി ഇവിടെ വരുന്ന എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്താണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം എന്താണ്, പക്ഷേ ഇവിടെ വന്ന ആക്ച്വൽ ഔട്ട്കം എന്താണ്, ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, നോട്ട് ചെയ്തിട്ട് ഇത് ഓരോ ടെസ്റ്റ് കേസ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 ഔട്ട്പുട്ടാണ്. ടെസ്റ്റ് കേസ് പാസ്സായോ ഫെയിലായോ എന്ന് നമ്മളവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ്റെ അകത്ത് ടെസ്റ്റ് പ്ലാനിങ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ടെസ്റ്റ് കേസിനാണ്. ഓരോ ടെസ്റ്റിനും ഇത്രയും ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷനിൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ട്രേസബിലിറ്റി മെട്രിക്സ്. ട്രേസബിലിറ്റി മെട്രിക്സിൻ്റെ അതർ നെയിമാണ് RTM, റിക്വയർമെൻറ്റ് ട്രേസബിലിറ്റി മെട്രിക്സ്. It's a table which is used to trace the requirements during the software development life cycle. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലെ എല്ലാ റിക്വയർമെൻറ്റ്സിനെയും ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെട്രിക്സ് ആണിത്. നമുക്കറിയാം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്തെല്ലാം ഫേസസ് വരുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷന് എന്തെല്ലാം റിക്വയർമെൻറ്റ്സും ഫീച്ചേഴ്സും ഫങ്ഷണാലിറ്റീസും വേണമെന്ന് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലെ ഫസ്റ്റ് ഫേസിൽ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ആ ഡോക്യുമെൻറ്റിന് പറഞ്ഞ പേരാണ് SRS ഡോക്യുമെൻറ്റ്. ഓൾ റിക്വയർമെൻറ്റ്സ്, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷണാലിറ്റീസ്, എന്തെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് വേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഫങ്ഷണാലിറ്റീസ് എന്താണെന്ന് നമ്മളവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. ആ ഫീച്ചേഴ്സും ഫങ്ഷണാലിറ്റീസും എല്ലാം വന്നിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രേസബിലിറ്റി മെട്രിക്സ്. അതുകൊണ്ടാണ് റിക്വയർമെൻറ്റ്സ് ട്രേസബിലിറ്റി മെട്രിക്സ് എന്നൊരു അതർ നെയിം ഇതിന് വരാൻ കാരണം. എല്ലാ റിക്വയർമെൻറ്റ്സും എല്ലാ ഫീച്ചേഴ്സും
എല്ലാ ഫങ്ഷണാലിറ്റിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു ടേബിളാണ് ഇത്. അപ്പം ഇവിടെ 2 അപ്രോച്ചസ് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഫോർവേഡ് ട്രേസിംഗ് മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ട്രേസിംഗ്. ഫോർവേഡ് ട്രേസിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർഫോൾ മോഡൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ റിക്വയർമെൻറ്റ് ടു ഡിസൈൻ ഓർ കോഡിംഗ് വരെ. ബാക്ക്വേർഡ് ട്രേസിംഗ് എന്ന് പറയുമ്പം ട്രേസിംഗ് എന്ന് പറയുമ്പോൾ ഇതിൽ ജസ്റ്റ് റിവേഴ്സ് ഓർഡർ, കോഡിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ദെൻ സ്റ്റെപ്സ് ബാക്ക്വേർഡ്. ഈ 2 അപ്രോച്ച് ഉപയോഗിച്ച് നമുക്ക് ഈ ട്രേസബിലിറ്റി മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈച്ച് റിക്വയർമെൻറ്റ്സ് ഇൻ ദ RTM ഡോക്യുമെൻറ്റ് ഇസ് ലിങ്ക്ഡ് വിത്ത് ആൻ അസോസിയേറ്റഡ് ടെസ്റ്റ് കേസ്. നമുക്കറിയാം റിക്വയർമെൻറ്റ് ട്രേസബിലിറ്റി മെട്രിക്സിൻ്റെ അകത്തുള്ള ഓരോ റിക്വയർമെൻറ്റ്സിനും ഒരു ടെസ്റ്റ് കേസ് അസോസിയേറ്റഡ് ആയിരിക്കും. അപ്പം ആ ടെസ്റ്റ് കേസ് ടെസ്റ്റ് ചെയ്തിട്ട് ആ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മളിവിടെ വെരിഫൈ ചെയ്യും. അതായത് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തപ്പോൾ എന്തെല്ലാം റിക്വയർമെൻറ്റ്സ് വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, ആ റിക്വയർമെൻറ്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഈ ട്രേസബിലിറ്റി മെട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ ഫർദർമോർ എ ബഗ് ഐ ഡി ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ആൻഡ് ലിങ്ക്ഡ് വിത്ത് ഇറ്റ് ഈ അസോസിയേറ്റഡ് റിക്വയർമെൻറ്റ്സ്. ഓരോ റിക്വയർമെൻറ്റ്സിനും അസോസിയേറ്റഡ് ആയിട്ട് ഒരു ബഗ് ഐ ഡി ഉണ്ട്. ബഗ് ഐ ഡി വെച്ചിട്ട് നമുക്ക് ഇനി എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ടും ഈ ട്രേസബിലിറ്റി മെട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് മെയിനായിട്ട് നമുക്ക് 1 or 3 ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ്, മേക്ക് ഷുവർ ദ സോഫ്റ്റ്വെയർ ഇസ് ഡെവലപ്ഡ് ആസ് പെർ ദ മെൻഷൻ റിക്വയർമെൻറ്റ്സ്. മെൻഷൻ ചെയ്തിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടാണോ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഓരോ റിക്വയർമെൻറ്റ്സിനും ഒരു ബഗ് ഐ ഡി ഉണ്ട്. ആ ബഗ് ഐ ഡി വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റൂട്ട് കോസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഹെൽപ്സ് ഇൻ ഫൈൻഡിങ് ദ റൂട്ട് കോസ് ഓഫ് എനി ബഗ്സ് ആൻഡ് ഹെൽപ്സ് ഇൻ ട്രേസിങ് ദ ഡെവലപ്മെൻറ്റ് ഡോക്യുമെൻറ്റ് ഡ്യൂറിങ് ദ ഡിഫറെൻറ്റ് ഫേസസ്. ഇനി ഡെവലപ്മെൻറ്റ് ഡോക്യുമെൻറ്റ്സ് പോലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പം ട്രേസബിലിറ്റി മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ലാസ്റ്റ് സെക്ഷനാണ് നമ്മുടെ ആക്ടിവിറ്റി സെക്ഷൻ. ആക്ടിവിറ്റി സെക്ഷനിനകത്ത് ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2017 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ചെയ്യുക, അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നമ്മുടെ ഒഫീഷ്യൽ BCA ഗ്രൂപ്പിലോട്ട് സെൻഡ് ചെയ്യുക. ഈ ഫോട്ടോസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.